നമസ്കാരം. അതിദരിദ്രരില്ലാത്ത കേരളമാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. മമ്മൂട്ടി പറഞ്ഞതുപോലെ അതിദാരിദ്ര്യമേ ഇല്ലാതായിട്ടുള്ളൂ, ദരിദ്രർ ഇപ്പോഴും ഇവിടെയുണ്ട്. ആ ദാരിദ്ര്യം മാറ്റാനുള്ള ഒരു ചവിട്ടുപടിയാണ് അതിദരിദ്രരില്ലാത്ത കേരള പ്രഖ്യാപനം. ഇപ്രാവശ്യം ഏതായാലും അതിദാരിദ്ര്യമുക്ത കേരളവും ഉമ്മൻചാണ്ടിയുടെ പദ്ധതിയാണെന്ന് പറഞ്ഞ് ആരും മുന്നോട്ട് വന്നിട്ടില്ല. ഞാനിപ്പോൾ ഓർക്കുന്നത് 1988 കേരളം സാക്ഷരതാ യജ്ഞത്തിന് തുടക്കമിടുന്നത്. 1991 കേരളം 100% സാക്ഷരമായി പ്രഖ്യാപിക്കപ്പെട്ടു. ആ യജ്ഞത്തിൽ ഞാനും പങ്കാളിയായിരുന്നു. ഞാനതിലൊരു റിസോഴ്സ് പേഴ്സണായിരുന്നു. ഒരു ഇടതുപക്ഷ സർക്കാരിന് മാത്രമേ ഇത്തരം യജ്ഞങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ കേരളത്തിൽ കഴിവുള്ളൂ എന്നുള്ളത് ഒരു പരമമായ സത്യമാണ്. കോട്ടയമായിരുന്നു കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടത്. അന്ന് ഞാനിപ്പോഴും ഓർക്കുന്നു, കോട്ടയം നമ്മുടെ നാഗമ്പടം സ്റ്റേഡിയത്തിൻ്റെ ആ ഭാഗം മുഴുവൻ ചേരികളായിരുന്നു. അവിടുത്തെ ഇന്ദുലേഖ എന്നാണോ ഇന്ദുലത ആണോ എന്ന പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ ആ ചേരിയിലുള്ള മുഴുവൻ ആൾക്കാരെയും സാക്ഷരരാക്കാൻ വേണ്ടി കഠിനമായി പ്രയത്നിച്ചു. അങ്ങനെ ഇന്ദുലത ട്രസ്റ്റ് എന്നൊരു ട്രസ്റ്റ് ഉണ്ടാകുകയും അതിൻ്റെ പേരിൽ ആ ചേരി നിർമ്മാർജ്ജനം ചെയ്യപ്പെടുകയും ചെയ്തു. അവിടുന്ന് ഇത്തരം ഒരു പദ്ധതികൾ വരുമ്പോഴാണ് ഇതുപോലെയുള്ള ചില ട്രസ്റ്റുകളും പദ്ധതികളും മുന്നോട്ട് വരികയും അത് പല വികസനങ്ങൾക്കും വഴിതെളിക്കുകയും ചെയ്യും. അന്ന് നമ്മൾ നേടിയെടുത്ത സാക്ഷരതയുടെ പേരിലാണ് ഇന്ന് ലോകം മുഴുവൻ നമ്മൾ സമ്പൂർണ്ണ സാക്ഷരത എന്നറിയപ്പെടുന്നത്. ഇന്നും ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും ഇത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇന്ത്യക്കും പറ്റിയിട്ടില്ല എന്നുള്ളത് നാം ഓർക്കണം. ഈ കൊച്ചു കേരളത്തെ കൊണ്ടാണ് ഇത് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞത്തെ നമ്മൾ ആ രീതിയിലാണ് കാണേണ്ടത്. അതിദാരിദ്ര്യമുക്തി പരിപാടിയിൽ പോരായ്മകൾ കണ്ടേക്കാം. വലിയൊരു പരിപാടിയാണ്, അതിലെങ്ങനെയായാലും പോരായ്മകളുണ്ടാകും. അപ്പോൾ അതിനെ മാറി നിന്ന് വിമർശിക്കാതെ അതിനോട് ചേർന്ന് നിന്ന് അതിൽ പെടാതെ പോയിട്ടുള്ള അതിദരിദ്രർ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്താനാണ് പ്രതിപക്ഷങ്ങളും മറ്റുള്ളവരും ശ്രമിക്കേണ്ടത്. ഇതൊരു വലിയ പരിപാടിയാണ്, വളരെ വിപ്ലവകരമായ ഒരു പരിപാടിയാണ്. അപ്പോൾ ഇത്തരം ഒരു പദ്ധതി വരുമ്പോൾ രാഷ്ട്രീയക്കാരാണെങ്കിലും പൊതുജന പ്രവർത്തകരാണെങ്കിലും സാമൂഹ്യ സേവകരാണെങ്കിലും ഇതിനെ മാറി നിന്ന് വിമർശിക്കാതെ തോള് ചേർന്ന് നിന്ന് ഇതിൽ പെടാതെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവരെയും കൂടി ഇതിൽ ചേർത്ത് കൊണ്ടുവന്ന് അവരെ ദാരിദ്ര്യമുക്തിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അതിന് പകരം മാറി നിന്ന് വിമർശിക്കുന്നത് മലർന്നു കിടന്ന് തുപ്പുന്നതിന് സമമാവുകയുള്ളൂ. ലോകത്തിന് തന്നെ മാതൃകയായ ഒരു പരിപാടിയെ വിമർശിക്കുന്നത് വളരെ മോശമായ ഒരു പ്രവണതയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.